ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ സൺഡേ സ്പെഷ്യൽ ലിവർ ഫ്രൈ ആണ്. ആദ്യം ലിവർ ഒരു പാത്രത്തിലിട്ടു. സ്വല്പം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഫസ്റ്റ് വേവിച്ച് വെക്കുന്നു. ഒരു പാത്രത്തിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനുശേഷം ഇതിലോട്ട് കുറച്ച് പെരുംജീരകം ഇട്ട് കൊടുക്കാം. പെരുംജീരകം ഇട്ട് കൊടുത്തു. ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം അതൊന്ന് റെഡ് കളറായിട്ടുണ്ട്. അതിന് ശേഷം അതിലോട്ട് ലിവർ ഇട്ട് കൊടുത്തു. അത് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. അതിലോട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം 2 പച്ചമുളക് കൂടി കുറച്ചൊന്ന് മൂക്കണം. ഇത് വേവിക്കുന്ന സമയത്ത് അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലോട്ട് ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ചുകൂടെ കുരുമുളക് പൊടി, കുറച്ചുകൂടെ ഉപ്പ് ഒന്ന് മിക്സ് ചെയ്യും. എന്നിട്ട് നമുക്ക് കുറച്ച് ഒരു 2-3 മിനിറ്റ് നമുക്ക് അടച്ച് അതന്നേരം ഒന്ന് വേവട്ടെ. ലിവറിന് അധികം വേവില്ലല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഓരോരുത്തരും ഡിഫറൻറ്റ് രീതിയിലായിരിക്കാം ഉണ്ടാക്കുന്നത്. ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെ രീതിയിൽ. ഞാൻ ഇനി കുറച്ച് മല്ലിപ്പൊടി, ഞാൻ ഒരു അങ്ങനെ ടേബിൾ സ്പൂൺ കണക്കൊന്നുമില്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിക്ക് ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒന്ന് അടച്ചു. കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കും. കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കും.
കുറച്ച് ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. അതിനുശേഷം ലാസ്റ്റ് കുറച്ച് സവാള അതുകൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുക്കാം. ലിവർ ഫ്രൈ റെഡിയായി. ഇത് ഞാൻ എൻ്റെ രീതിക്ക് ഉണ്ടാക്കിയതാണ്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ എൻ്റെ സൺഡേ സ്പെഷ്യൽ ലിവർ ഫ്രൈ ആണ്. ആദ്യം ലിവർ ഒരു പാത്രത്തിലിട്ടു. സ്വല്പം ഉപ്പ്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് ഫസ്റ്റ് വേവിച്ച് വെക്കുന്നു.